48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറക്കണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനത്തിന്റെ സമയം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഇറാൻ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമേരിക്ക കടുത്ത നടപടികളിലേക്ക് കടന്നാൽ നരകം സൃഷ്ടിക്കും എന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഈ ഘട്ടത്തിൽ നൽകുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാൻ അനുകൂലിക്കുന്നുവെങ്കിലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇറാന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇതിനിടെ ഇറാൻ തകർത്ത US യുദ്ധവിമാനത്തിലെ പൈലറ്റിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. ഇറാനിൽ സർവകലാശാലയ്ക്കും പ്ലാന്റുകൾക്കും നേരെ സംയുക്ത സേനയുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. വിനോദ്, 48 മണിക്കൂർ, അതിൽ ഓരോ മണിക്കൂറുകളും അവസാനിക്കുകയാണ്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇറാൻ ഹോർമൂസിന്റെ നിയന്ത്രണം വിട്ടു നൽകുന്നില്ല എങ്കിൽ ഇറാനെ തകർത്ത് കളയും എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇറാൻ ആകട്ടെ അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ലോകരാഷ്ട്രങ്ങൾ എത്ര ആശങ്കയിലാണ്? അഭിലാഷ്, രണ്ടാമത്തെ പൈലറ്റിനെയും കണ്ടെത്തിയെന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാധ്യമ വാർത്തകൾ, മറ്റ് വിദേശ മാധ്യമങ്ങൾ, അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ സേന തന്നെ ഇപ്പോൾ ആ പൈലറ്റിനെ കണ്ടെത്തിയെന്ന വിവരമാണ്. 2 വിമാനങ്ങളാണ് തകർന്നത്. അത് ഒന്ന് F-15 ആണ്, മറ്റൊന്ന് A-10 തണ്ടർബോൾട്ട് എന്ന വിമാനമാണ്. 2 യുദ്ധവിമാനങ്ങൾ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങളാണ്. ഇത് ഇറാൻ സേന ആക്രമിക്കുകയായിരുന്നു. ഈ 2 വിമാനവും തകർന്നത് പക്ഷേ ഇറാൻ്റെ ആക്രമണത്തിലാണെന്ന കാര്യം അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ പൈലറ്റിന് വേണ്ടി അമേരിക്കൻ സേനയും അതോടൊപ്പം തന്നെ ഇറാൻ സേനയും IRGSന്റെ അംഗങ്ങളും തിരച്ചിൽ നടത്തിയിരുന്നു. ജീവനോടെ പിടികൂടുക എന്നതായിരുന്നു ഇറാൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ഇപ്പോഴും പൈലറ്റിനെ കണ്ടെത്തി എന്ന വിവരങ്ങൾ വരുമ്പോൾ അതൊരു തന്ത്രമാണോ എന്ന ചില സംശയം അവശേഷിക്കുന്നുണ്ട്. US സേന കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് കുവൈറ്റ് മേഖലയിൽ നിന്നാണോ, അതല്ല തെക്ക് പടിഞ്ഞാറൻ ഇറാൻ്റെ തന്നെ പ്രവിശ്യയിൽ ആ മേഖലയിലാണ് വിമാനം തകർന്നു വീണതെന്ന വിവരമാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ മേഖലയിൽ തന്നെ പൈലറ്റ് ഉണ്ടാകാം. ഇറാൻ്റെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയ ഒരു തന്ത്രമാണോ പൈലറ്റിനെ കണ്ടെത്തിയതെന്ന വിശദീകരണം എന്ന സംശയവും ഒരു വശത്ത് ഉയരുന്നു. ഏതായിരുന്നാലും പൈലറ്റിനെ വെച്ച് വിലപേശാനാണ് തീരുമാനമെങ്കിൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരും എന്ന കാര്യം അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല 48 മണിക്കൂറാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉപാധികൾ സമ്മതിക്കാൻ ഇറാന് അന്തിമമായ ഒരു സമയമായി ട്രംപ് അനുവദിച്ചത്. 48 മണിക്കൂർ എന്നത് അവശേഷിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. ആ ഒരു സമയത്തിനുള്ളിൽ 15 ആവശ്യങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തലുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം. പക്ഷേ ഇറാൻ ഇതുവരെ അക്കാര്യത്തോട് അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പാകിസ്ഥാന്റെ ഇടനിലയിലാണ് ഇറാന്റെ പ്രതിനിധികൾ പങ്കെടുത്തില്ല. വെടിനിർത്തലിന് സന്നദ്ധമാണ്, യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധമാണ്. പക്ഷേ അകാരണമായി യുദ്ധം ആരംഭിച്ചത് അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്ക പിന്മാറണം. ഹോർമൂസിലെ ലാഭക്കണ്ണോടുകൂടിയുള്ള അമേരിക്കയുടെ ഇടപെടൽ അത് ലക്ഷ്യം വെച്ചാണ് ട്രംപ് ഇപ്പോൾ ഈ നീക്കം നടത്തുന്നത്. അതിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇറാൻ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഇറാനിലെ ആണവ കേന്ദ്രത്തിൽ നടന്ന ആക്രമണമാണ്. ബുഷഹർ മേഖലയിലാണ് ഈ ഒരു ആക്രമണം നടന്നത്. അവിടെ ഇറാന് മാത്രമല്ല അതിൻ്റെ നാശമുണ്ടാവുക. ഇപ്പോൾ വലിയ തോതിൽ ആണവ വികിരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോർച്ചയോ ഇല്ല. പക്ഷേ അങ്ങനെ വലിയ അപകടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ GCC രാജ്യങ്ങളെ പൊതുവിൽ ബാധിക്കുന്ന നിലയിലേക്ക് ഇത് മാറും. അമേരിക്കയ്ക്ക് സേനാ താവളങ്ങൾ ഒരുക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. കുവൈറ്റും ബഹ്റൈനും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ, ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. പേർഷ്യൻ കടലിടുക്കിൻ്റെ 2 കരകളിലായാണ് ഇറാനും മറ്റ് രാജ്യങ്ങളും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒരുപക്ഷെ ടെഹ്റാൻ വരെ ഈ ആണവ കിരണങ്ങൾ സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന അത്ര ചെറിയ ദൈർഘ്യമാണ്. അന്തരീക്ഷത്തിലൂടെയുള്ള അകലം നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ദൂരത്തിലാണ് ഈ രാജ്യങ്ങൾ ഇറാൻ്റെ അതിർത്തിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് GCCയുടെ സർവനാശമായിരിക്കും അങ്ങനെ സംഭവിക്കുക. ഇക്കാര്യം ഇറാൻ മുന്നറിയിപ്പായി നൽകുകയും ചെയ്യുന്നു. അമേരിക്കയെ സഹായിക്കുക വഴി ഗൾഫ് മേഖല അപ്പാടെ ഇല്ലാതാകുന്ന ഒരു വലിയ ദുരന്തത്തിലേക്ക് GCC പോകുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. മാത്രമല്ല, തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിക്ഷേപ പദ്ധതികൾ, അത് പ്ലാന്റുകളാകട്ടെ അല്ലെങ്കിൽ ഒറാക്കിൾ പോലുള്ള മറ്റ് സംവിധാനങ്ങളാകട്ടെ, അവിടെ എല്ലാം തന്നെ ആക്രമണം കടുപ്പിക്കും. ഒറാക്കിളിന് നേരെ ഇതിനകം തന്നെ ആക്രമണം നടന്നു. ചില പ്ലാന്റുകൾ ഇതിനകം ആക്രമിച്ചു. ഇസ്രായേലിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. ആ തരത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇറാൻ്റെ സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിലയിരുത്തൽ നടത്തുന്നതിന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പാളിച്ച പറ്റി എന്ന ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം യുദ്ധം നീണ്ടുപോയത് അത്തരം ഒരു കാര്യം കൊണ്ടാണ്. 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയ കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഉടലെടുത്തിട്ടുണ്ട്. അവരുടെ സൈനിക മേധാവി, അവരുടെ ആർമി ചീഫിനെ കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. റാൻഡി ജോർജിനെ ഉൾപ്പെടെ 9 പേരെയാണ് സൈന്യത്തിലും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള 9 പേരെ മാറ്റിക്കൊണ്ടാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായത്. അമേരിക്കയിലാകട്ടെ ഹിതപരിശോധന വരാൻ പോവുകയാണ്. ട്രംപിനെ സംബന്ധിച്ച് വലിയ ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപിനെതിരെ വലിയ പടയൊരുക്കം നടത്തുന്നുണ്ട്. ഈ യുദ്ധം അനാവശ്യമാണെന്ന് അമേരിക്കയിലെ ജനതയിൽ വലിയൊരു വിഭാഗം പറയുന്നു. അമേരിക്കൻ ജനതയോട് തങ്ങൾക്ക്
ശത്രുതയില്ല എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. അതായത് നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും തെറ്റായ തീരുമാനങ്ങളാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ നയിച്ചു എന്നതാണ് ഇറാൻ ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നത്. അഭിലാഷ്, യെസ്, എന്ത് തന്നെയാണെങ്കിലും യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിടുന്നു. ഇപ്പോഴും ആ യുദ്ധം അവസാനിക്കുന്നതിന്റെ സാധ്യതകളില്ല. 48 മണിക്കൂർ എന്ന സമയപരിധി അവസാനിക്കുമ്പോഴും ഇരു രാജ്യങ്ങളും അമേരിക്കയും പിന്നോട്ട് പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഇറാൻ ആകട്ടെ അമേരിക്കയുടെ ഭീഷണികൾ തള്ളിക്കളയുകയുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇറാനെ ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ആക്രമിച്ച ആ ഘട്ടം മുതൽ ഇപ്പോഴും ഇന്ത്യയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇന്ത്യക്കകത്ത് നിന്ന് ഉയർന്നു വരുന്നത്, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി. എന്തുകൊണ്ട് ഇന്ത്യ അമേരിക്കയെയും ഇസ്രായേലിനെയും പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല, എന്തുകൊണ്ട് ഇറാനെ പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നു. ഒരു വിഭാഗം ഇറാനെ ആണ് പിന്തുണയ്ക്കേണ്ടത് എന്ന് ആവശ്യപ്പെടുന്നു, മറുവിഭാഗം ഇസ്രായേലിനെയും അമേരിക്കയുമാണ് പിന്തുണയ്ക്കേണ്ടത് എന്നും ആവശ്യപ്പെടുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒപ്പം ഊർജ്ജ ആവശ്യങ്ങൾക്ക് ആണ് മുഖ്യ പരിഗണന. അതിനപ്പുറത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഇടപെടേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു രാഷ്ട്രീയത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് ഇടപെടുക എന്നത് ഇന്ത്യയുടെ അടുത്ത കാല അല്ലെങ്കിൽ സമീപകാല ചരിത്രത്തിൽ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുമായി നല്ല ആശയവിനിമയം നടത്തിയിരുന്ന രാജ്യമാണ്. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള അട്ടിമറിയാണ് നടന്നത്. പിന്നീട് ബംഗ്ലാദേശിന്റെ ഭരണാധികാരിക്ക് ഇന്ത്യയിൽ പലായനം ചെയ്ത് അഭയം പ്രാപിക്കേണ്ടതായി വന്നു. അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യം ഇപ്പോൾ താലിബാനാണ് ഭരിക്കുന്നത്. അവിടെ ജനാധിപത്യ ധ്വംസനം നടക്കുമ്പോൾ പോലും ഇന്ത്യ അവിടെ ആഭ്യന്തരമായി ആ വിഷയത്തിൽ ഇടപെടാറില്ല. എന്നാൽ പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയെ ആക്രമിക്കുന്ന ഏതൊരു രാജ്യത്തിന്റെയും ആഭ്യന്തര വിഷയങ്ങളിൽ പോലും ഇന്ത്യ ഇടപെട്ടേക്കാം. ഇന്ത്യ അത്തരത്തിൽ തിരിച്ചടിക്കുകയും ചെയ്യും. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കാണുകയും ചെയ്തത്. ഇവിടെ ഇറാൻ ഒരു ഭാഗത്ത്, ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും മറുഭാഗത്ത്, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ഇറാനെ എതിർക്കുന്ന സാഹചര്യവുമാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രം വലിയ തോതിൽ അംഗീകരിക്കപ്പെടുകയും വിജയിക്കുകയും ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾക്കൊന്നും അനുമതി നൽകാതിരിക്കുന്ന ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾക്ക്, ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് LPGയും അതോടൊപ്പം തന്നെ ഇന്ധനവുമായി, ഓയിലുമായി എത്തിക്കൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി 8ാമത്തെ കപ്പൽ കൂടി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രീൻ സാൻവി എന്ന കപ്പൽ ആണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് നമുക്കറിയാം, ഈ ഇറാനുമായി വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പുലർത്തുന്ന